ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഞാനിവിടെ ഗെയിം കളിച്ചിട്ട് തോറ്റു പോയ പോലെ എനിക്കൊരു ഫീല് തോന്നുന്നുണ്ട്. ഞാനിവിടെ തോറ്റാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിൽ തോന്നുവാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ ഇപ്പോൾ നൂറയോട് പറയുന്നത്. അപ്പം നൂറ പറയുന്നുണ്ട്, ഇല്ലടി അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്, നിനക്ക് ഇത്രയും വോട്ടുകളൊക്കെ ഇല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് അവിടെ സപ്പോർട്ട് കിട്ടുന്നത്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ ഞാൻ ഉള്ളുകൊണ്ട് ഞാൻ തോറ്റു പോയ പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. കാരണം അക്ബർ, നെവിൻ, അതേപോലെ തന്നെ ബാക്കിയുള്ള ചില കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എന്നെ നല്ലത് പറയില്ല, അത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരങ്ങനെ പറയുന്നത് കൊണ്ട് അനുമോൾ തോക്കുന്ന വ്യക്തിയല്ലല്ലോ. അപ്പം അതിലെനിക്ക് പോയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ ബി ചിലപ്പം അനീഷിൻ്റെ കാര്യം തന്നെ ആയിരിക്കാം, അത് ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ നൂറ ചോദിച്ച സമയത്ത് അത് കൃത്യമായ രീതിയിൽ തന്നെ പറയാനുള്ള മടി കൊണ്ടായിരിക്കാം അനുമോൾ അങ്ങനെ പറയുന്നത്. അതായത് എനിക്കൊരു കാണിച്ചിട്ടുള്ള ഓരോ പ്രവൃത്തിയോടൊക്കെ ചിലപ്പോൾ ഒരു അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ ചിലപ്പം മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കാം അത്രയും അനുമോൾക്ക് തന്നെ ഇപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഓവറായിരുന്നു ഞാനും എന്നുള്ള രീതിയിലൊരു ചിന്ത വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ പറയുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ അക്ബറും നെവിനൊക്കെ എന്നെ ഒരിക്കലും ഞാൻ നല്ലത് പറഞ്ഞാലും സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇതുമായിട്ടൊരു ബന്ധമില്ല, പക്ഷേ അനു അത് ആ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം കാരണങ്ങൾ. എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.